ആസ് എ സൈക്കോളജിസ്റ്റ് ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈൽഡ് കാർഡ് വന്നതുകൊണ്ടല്ല അനുമോളുടെ ക്യാരക്ടർ ചേഞ്ച് ആയത്. കാരണം ഏറ്റവും വിശ്വസ്തയായി കൂടെ. എല്ലാവർക്കും നമസ്കാരം. ലൈവിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ അനുമോളെ പറ്റിയിട്ട് ഷാനവാസ് ആയാലും ആദിലയായാലും അവരൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വൈൽഡ് കാർഡ് വന്ന സമയത്ത് അനുമോൾ അറിഞ്ഞു അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന്. അങ്ങനെ അത് അറിഞ്ഞതിന് ശേഷമാണ് അനുമോൾ ഇത്രയും വലിയ ഷോ കാണിക്കുന്നതും കുറെ കൂടി നാടകം, കുറെ കൂടി ഒറ്റപ്പെട സ്ട്രാറ്റജി ഒക്കെ ഇറക്കുന്നു എന്നുള്ള രീതിയിൽ പൊതുവെ ഹൗസിന്റെ അകത്തും പുറത്തും ചർച്ച ചെയ്യണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിന്റെ വോയിസ് ക്ലിപ്പ് ആദ്യം ഒന്ന് കൊടുക്കാം. എന്തുകൊണ്ടാണ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണോ അതോ മുന്നേയും ഇങ്ങനെയാണോ, അത് അനുമോൾക്ക് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് അനുമോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. കഴിഞ്ഞ കുറെ ലൈവില് ആദിലയും ഷാനവാസും നൂറയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. വൈൽഡ് കാർഡ് വന്നോട് കൂടിയിട്ട് അനുമോള് സപ്പോർട്ട് വെളിയിലുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ആസ് എ സൈക്കോളജിസ്റ്റ് ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈൽഡ് കാർഡ് വന്നതുകൊണ്ടല്ല അനുമോളുടെ ക്യാരക്ടർ ചേഞ്ച് ആയത്. കാരണം ഏറ്റവും വിശ്വസ്തയായി കൂടെ ഇരുന്ന ശൈത്യ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടെന്നും അത് നിനക്ക് മനസ്സിലാകാത്ത കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടാവുമല്ലോ. ഞാൻ ഏറ്റവും ട്രസ്റ്റ് ചെയ്ത ഫ്രണ്ട് എൻ്റെ പിന്നിൽ നിന്ന് കുത്തിയോ എന്ന് തോന്നുന്നൊരവസ്ഥയില്ലേ, ഈ അവസ്ഥയാണ് അനുമോൾക്ക് വന്നത്. ഈ അവസ്ഥയിൽ ഞാൻ ആരെ വിശ്വസിക്കും? ശൈത്യയ്ക്ക് ശേഷം വന്ന ആദിലേനും നൂറേനും അവരെയും എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ആരെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിൻവലിയും. നമ്മൾ പിന്നെ ചിന്തിക്കുന്ന എന്താ, എനിക്കിവിടെ ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ ഇനി ഒറ്റയ്ക്ക് നിന്ന് സ്ട്രോങ് ആയേ പറ്റുള്ളൂ. ഈ ഒരു സിറ്റുവേഷനാണ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അനുമോൾക്ക് വന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് പല വ്ളോഗേഴ്സും പല വീഡിയോസിലും പറയുന്നത് കണ്ടു അനുമോൾ മാറി, ഇങ്ങനെ പോയി അനുമോൾ ഔട്ടാകും. അനുമോളെ സപ്പോർട്ട് ചെയ്തവർ തന്നെ പറയുന്നുണ്ട്. ആക്ച്വലി അവരാരും മനസ്സിലാക്കാത്തൊരു സത്യം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. പ്രത്യേകിച്ചും ബിഗ് ബോസ് പോലൊരു വീട്ടിലാവുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ട്രോമ വരും. ഈ ട്രോമയാണ് ഇവിടെ സംഭവിച്ചത്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ മസ്താനി അനുമോളോട് പറയുന്ന ഒരു എപ്പിസോഡുണ്ട് രാത്രി. നീ വിശ്വസിക്കുന്ന പോലെ അല്ല, നിന്നെ അത്രയും പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടെന്ന്. ഒപ്പം തന്നെ അനുമോള് കാണുന്നുണ്ടല്ലോ ശൈത്യം ഓരോന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. ഈ ഒരു മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാര്യം ഞാനിതിവിടെ എടുത്തു പറയാൻ കാരണം പല വ്ളോഗേഴ്സും ചെയ്യുന്നത് അനുമോള് വൈൽഡ് കാർഡ് വന്നപ്പോൾ മാറി, സ്വഭാവം മാറി, അഹങ്കാരം കൂടി, വെളിയിലെ സപ്പോർട്ട് അറിഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല അതാണ് കാരണം എന്ന്. കാര്യം നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് വന്നിരിക്കുന്നത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ് വന്നേക്കുന്നത്. സീരിയസ്ലി ഇതാരെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇഷ്യൂവിലാണ് പുള്ളിക്കാരി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നടക്കുന്നത്. ഇതൊരു മാറ്റർ. ഓക്കെ, രണ്ടാമത്തെ മാറ്ററിലോട്ട് വരാം. അതിനു മുന്നേ ആദ്യത്തെ മാറ്ററെ പറ്റി എനിക്ക് പറയാനുള്ള മാറ്റർ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അതായത് സംഭവം ഇവിടെ അനുമോള് ശൈത്യയെ വളരെയധികം കൂടുതലായിട്ട് വിശ്വസിച്ചിരുന്നു. എന്നാൽ ശൈത്യ ഒരു ഘട്ടപ്പയാണെന്ന് ഒരു ഘട്ടമെത്തിയപ്പോൾ അനുമോൾ തിരിച്ചറിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇനി ആരെയും അതിൻ്റെ അകത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു ഒരു 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 മൈൻഡ് സെറ്റിലോട്ട് അനുമോള് പോയി. അങ്ങനെ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കട്ടപ്പ മണത്തിൽ തന്നെയാണ് എല്ലാവരും അനുമോള് കാണുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ അത് തന്നെയാണ് ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ, അല്ലേ? അതായിരിക്കണം ഒരു കാരണം. അല്ലാണ്ട് വൈൽഡ് കാർഡ് വന്നിട്ട് അനുമോക്ക് പുറത്ത് സപ്പോർട്ട് കൂടുതലാണെന്ന് പറഞ്ഞപ്പോ അനുമോള് പിന്നെ കുന്തളിപ്പ് കാണിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പുറത്ത് കരകമ്പിയിലുണ്ടട്ടെ, അതുകൊണ്ട് പറഞ്ഞതട്ടെ. ഇനി വേറൊരു കേസുണ്ട്, നമ്മളെ അക്ബർ റൂട്ടനെയൊക്കെ പറ്റിയിട്ട്. ഈ അനുമോള് വിഷയത്തിൽ തന്നെ അക്ബർ റൂട്ടന്റെ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അക്ബർ റൂട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു, ഈ പല്ല് മഞ്ഞയുടെ കേസ്. ആ പല്ല് മഞ്ഞയുടെ കേസും പറഞ്ഞ് അനുമോളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത്
ഗിസേൽ ഊട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കാൻ തയ്യാറാണോ അക്ബർ ഊട്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ സൈക്കോളജിസ്റ്റ് ഉന്നയിക്കുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു അക്ബർ അനുമോളെ പറ്റിയിട്ട് കമന്ററി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. വളരെ മോശമായ കാര്യങ്ങളും ഈവൻ എന്താ മഞ്ഞപ്പല്ല് അങ്ങനെ ഇങ്ങനെ ഒരു ഷെയ്മിങ് ചെയ്യില്ലേ നമ്മൾ ഒരാളെ, ആ രീതിയിൽ ഉള്ള സംസാരമായിരുന്നു അക്ബറിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതൊരു ചലഞ്ച് ചോദിക്കുകയാണ്, ഒരു ചലഞ്ച് പോലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് അക്ബർ പറയുന്നുണ്ടല്ലോ അനുമോളെ ഇങ്ങനെ, ആ സമയത്ത് നമ്മുടെ നൂറ് വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ. അനുമോൾ പക്ഷെ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഈ കൂടെ ജിസയിലും അതുപോലെ റെന ഫാത്തിമയും കൂടി ഉള്ളിലിരുന്ന് പറയുന്നത് അക്ബർ ഈസ് സോ കൂൾ നോ. അപ്പൊ റെന പറയുന്നത് യാ ഇറ്റ്സ് വെരി കൂൾ. കാരണം ഈ കമന്ററി കേൾക്കാൻ നല്ല ഉണ്ട്, ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാൻ, ഒരു പ്രേക്ഷക എന്ന നിലയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് അക്ബറിന്റെ കൂളാണ്, എന്റർടൈൻമെന്റ് ആണ് എങ്കിൽ അക്ബറിന് ധൈര്യമുണ്ടോ അക്ബറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജിസേലിന്റെ മുഖത്ത് നോക്കി പ്ലാസ്റ്റിക് എന്ന് വിളിക്കാനുള്ള ധൈര്യമുണ്ടോ? ഇതൊരു ഒരു ഒരു ചലഞ്ച് പോലെ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കുന്നതാണ്. ഇത് ആരും കേൾക്കില്ല, പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചു പോവുകയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ബോഡി ഷെയ്മിങ്ങിന് തത്തുല്യമായൊരു കാര്യമാണ് അനുമോളുടെ ഫേസിൽ നോക്കി അയാൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് സ്വന്തം കൂട്ടുകാരിയോട്, ഇപ്പൊ ഇതിനെ മറ്റുള്ളവർ കൂളായിട്ടാണല്ലോ എടുക്കുന്നത്, സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഇതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജിസൈലിന്റെ മുഖത്ത് നോക്കി പ്ലാസ്റ്റിക് എന്ന് വിളിക്കാനുള്ള മിനിമം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നട്ടലുള്ള അക്ബർ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനെ നൂറയും റെന ഫാത്തിമയും എങ്ങനെ എടുക്കും എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ അക്ബർ എന്ന് പറയുന്നവനും അല്ലാതെ പിന്നെ ബാക്കിയുള്ള 2-3 എണ്ണം ഉണ്ടല്ലോ പാവാട വള്ളികൾ, ഇതിനൊന്നിനും നട്ടലില്ല, ഒന്നിനുമില്ല, വാഴപ്പിണ്ടികളും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഗിസയിൽ എങ്ങോട്ട് പാവാട വീശും അങ്ങോട്ട് പോയി വള്ളി പിടിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് അവനൊക്കെ ഒരു സ്റ്റാൻഡും ഇല്ല, ചുമ്മാ കോ 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 എന്ന് വിളിക്കും. ഗിസൈലിന് മാത്രം ഒന്നും പറയൂല. ഈ ഗിസൈൽ എന്തോ വലിയ സംഭവം എന്ന് ഇവന്മാർക്കൊരു വിചാരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യം, അത് സംഭവം ഉള്ള കാര്യമാണ്. എടാ, ഈ ജിസൈൽ ആരായാലും അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യത തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് നിങ്ങളൊക്കെ ഗിസൈലിന്റെ പാവാടവല്ലിയും പിടിച്ചടന്ന ഓക്കെ, നിങ്ങൾ ആരും കാണുന്നില്ല. പക്ഷേ ഇത് നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുകയാണ്. കുറച്ചെങ്കിലും ബോധം കാണിക്ക്. ഗിസൈൽ അവിടെ നിന്ന് ആജ്ഞാപിക്കും, ഈ പാവാട വള്ളികളെല്ലാം അനുസരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഗിസൈലിനെ എതിർത്ത് ആരും ഒന്നും പറയൂല. എന്തോന്നാണ് ഇതൊക്കെ? അയ്യേ, ഇങ്ങനെ അടിമകളായിട്ട് കിടക്കുന്നതിലും ഭേദം നീയൊക്കെ പോയി. ഞാനൊന്നും പറയണില്ല. ഇനി വേറെ കുറച്ച് കേസും കൂടി ഈ നമ്മുടെ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ആരുടെയും ഒരു ഫാനായിട്ട് ഇതായിട്ട് പറയണല്ല. ഞാൻ സത്യസന്ധമായി പറഞ്ഞ ഇന്ന് വരെ ഞാൻ അനുമോൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല. പകരം രേണു സുധി, ആദില ഒക്കെ. പക്ഷെ ആദിലയ്ക്ക് ഇനി വോട്ട് കൊടുക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് കൂടി ഇടുന്നത്. കാര്യം നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് വരെ അനുമോൾ ഒരു കൂട്ടുകാരിമാരെയും തൻ്റെ കൂട്ടുകാരിമാരെ മോശം എവിടെയും മാറിയിരുന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും അനുമോളുടെ മോശമായിട്ടുള്ള വർത്തമാനം മാത്രമാണ് മാറിയിരുന്ന് പറയുന്നത്. ഈവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. സോ കപ്പ് കിട്ടോ കിട്ടില്ലയോ എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് ഒരു ജെനുവിനിറ്റി അനുമോളിലുണ്ട്. അനുമോൾ ഒരു 90% ശരി ചെയ്യും, 10% തെറ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് 90% തെറ്റും 10% ആയിരിക്കും ശരി ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ സീരിയസ്ലി പറയും. അവള് ജെനുവിനാ അനുമോള്. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ 10% ചെറിയ ഉടായ്പൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവളൊരു 90% ജെനുവിനാ, പക്കയായിട്ട് അവളെ നിൽക്കുന്നത്. പിന്നെ അവൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇറക്കണം എന്നാണ് മിക്ക വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത്. എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്നണ്ണന്മാരെ, ചേച്ചിമാരെ, ആന്റിമാരെ, അമ്മച്ചിമാരെ, പെങ്ങന്മാരെ, അനിയന്മാരെ, മാമന്മാരെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇവിടെ എവിടെയാണ് അനുമോൾ ഒറ്റപ്പെടലായിട്ട് ഇറങ്ങിയത്? എല്ലാവരും കൂടി വളഞ്ഞിട്ട് അവൾ ആക്രമിക്കുകയല്ലേ ചെയ്യുന്നത്. എനിക്കത് മനസ്സിലാവണമെന്നില്ല. നീയൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിനെ ആവർത്തിക്കുമ്പോൾ എനിക്കത് കണക്റ്റ് ആവുന്നില്ല. ഈ പറയുന്നത് പോലെ അനുമോൾ ഒരിക്കലും ഒരിടത്തും പോയി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധിയെ പോലെ ഇരുന്നിട്ടില്ല. അനുമോളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയതാ. അത് മനസ്സിലാക്കടേ അണ്ണന്മാരെ. ഇതൊക്കെ എന്ത് പറയാൻ?
ആരോട് പറയാനാ? അവക്ക് ഇവിടെ ഇപ്പൊ ആരെയും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലാണ് അവള് നിൽക്കുന്നത്. ആര്? അനുമോള്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യും. അല്ലാണ്ട് വന്നിരുന്ന് വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാത്ത. ഇനി വേറൊരു സംഭവം, ലൈവിൽ നടന്നിട്ടുള്ള സംഭവം ഞാനൊന്ന് കൊടുക്കാം. ഗിസൈൽ ആൻറ്റി വലിയ വലിയ വായ്ത്താളങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലായിടത്തും എത്തും. ബിന്നി 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 ബിന്നിയെ കുറിച്ച് കേൾക്കാം. ബിന്നിയും ജിസേലും ഇന്ന് ജയിലിൽ വെച്ചിട്ട് അനുമോൾക്ക് നമ്മുടെ ആര്യന്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അനുമോൾ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. ശൈത്യയും ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് ബിന്നി അവിടെ പറയുന്നുണ്ട്. ഇത് സത്യമാണോ? അതായത് ഈ സീസണിന്റെ തുടക്കത്തിൽ ക്രഷാണ് എന്ന് അനുമോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര ക്രഷ് തോന്നുന്നു എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ആര്യൻ്റെ അടുത്ത് അനുമോക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആര്യനോട് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഒരു കോംബോ പിടിക്കാനായിട്ട് അനുമോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അനുമോൾ മാത്രമല്ല, ആര്യനും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് രണ്ടുപേരും ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് അപ്ഡേറ്റുകളിലൊക്കെ അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു തെളിവും കണ്ടില്ല. ഒരിടത്തും വന്നിട്ട് അനുമോള് പറഞ്ഞില്ല എനിക്ക് ക്രഷ് ഉണ്ടെന്നോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നോ എന്നൊന്നും അനുമോള് ഒരിടത്തും പറഞ്ഞില്ല. പിന്നെ എന്തുദ്ദേശത്തിലാണ് ട്രൈ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് പിടികിട്ടുന്നില്ല. അതുപോലെ ബിന്നി വന്നിരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. യവക്ക് 2 ഇടിയുടെ കുറവുണ്ട്. ഇന്ന് രണ ഫാത്തിമ 2 കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടപ്പോ സന്തോഷമായി. വേറൊന്നുമല്ല, നിന്റെ ആഴ്ച പല്ല് തെറിപ്പിക്കും ടാസ്കിന്റെ ഇടയിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. കാരണം തലേദിവസം രാത്രി കുത്തിത്തിരിപ്പ് ബിന്നി എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ അനുമോള് അടിച്ചിടാം എന്നുള്ളതിന് ക്ലാസ് പല രീതിയിൽ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ആര്യനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പം മറ്റേ രീതിയിൽ കെട്ടിപ്പിടിച്ചെന്നായിരുന്നു ആദ്യത്തെ ക്ലാസ്. എന്നാൽ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ എങ്ങനെയെങ്കിലും അനുമോളെ അവോയ്ഡ് ചെയ്യണം, അവളെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കണം, അങ്ങനെ അവൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കണം. ഇങ്ങനത്തെ ഉപദേശമായിരുന്നു രണ്ടാമത്. കുത്തിത്തിരിപ്പ് തന്നല്ലൊട്ടി നീ എന്നാടി കുത്തിത്തിരിപ്പ് ബിന്നിക്ക് കുത്തിത്തിരിപ്പ് അടി എന്നാടി കുത്തിപ്പ് തിരിപ്പ് ബിന്നിക്ക് കുത്തിത്തിരിപ്പ് മാത്രമല്ലേ. നമുക്ക് അറിയാട്ടെ, ചെറിയ രീതിയിലൊക്കെ നമ്മളും പാരഡിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ഇത് സ്പോട്ടി ഒന്നാണ് കേട്ടോ. നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല. അക്ബറിനെ പോലെ കലാകാരനൊന്നും അല്ലടേ. നിനക്ക് എന്തെങ്കിലും കലാപരമായി കഴിവുണ്ടാടാ. അതാണ് നമ്മുടെ അവസ്ഥ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ക്രഷ് ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞാടെ അനുമോളിനെ മറ്റവന്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഗിസൈലിനും ആര്യനും മാത്രമേ പുറത്ത് ലൈഫ് ഉള്ളൂ, അനുമോക്ക് ലൈഫ് ഇല്ല. അവളെ പറ്റിയിട്ട് ഇതുപോലത്തെ പച്ച അപരാധങ്ങൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നാളെ അവള് പുറത്തിറങ്ങുമ്പോൾ അവളുടെ ഭാവിയെ ബാധിക്കില്ലേ? ബിന്നി ഉൾപ്പെടെ ഉള്ളവരടുത്താണ് ചോദിക്കുന്നത്. അവൾക്ക് ഭാവി ഇല്ലേടേ? അവളുടെ ഭാവിയെ ബാധിക്കുന്നത് ആർക്കും ഒരു കൺസിഡറേഷൻ ഇല്ലല്ലോ. ആര്യനും ഗിസൈലിനും മാത്രമേ ഭാവി ഉള്ളൂ. എന്തേടേ? അവരുടെ ഭാവിക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ, ബാക്കിയുള്ളവരുടെ ഭാവിക്കൊന്നും വിലയില്ലേ? ബാക്കി കേൾക്കാം. എന്ന് വെച്ചാൽ അനുമോക്ക് ഒരിക്കലും ആര്യന്റെ അടുത്ത് പ്രേമമോ പ്രേമിച്ച് കല്യാണം കഴിക്കണോ അങ്ങനത്തെ ഒരു രീതിയിലല്ല. പക്ഷേ അനുമോള് പറയുന്നുണ്ട് എന്നെക്കാൾ ഇത്ര ഏജ് കുറവാണെന്നൊക്കെ ആണെങ്കിലും ഷോയ്ക്കകത്ത് കോംബോകൾ എപ്പോഴും ഹിറ്റ് ആവുമെന്ന് അറിയാവുന്ന അനുമോള് ഒരു കോംബോ നിർവചിക്കാനാകാത്ത ഒരു പേര് അതാവുമ്പോൾ പിന്നീട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അവൻ എൻ്റെ അനിയനെ പോലെ ആയിരുന്നു, പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ രീതിയിൽ ഒരു രണ്ടുപേരും കൂടിയുള്ള കുറേ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, തമാശകൾ, അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുക, ഗെയിമിന്റെ ഭാഗമായിട്ട് ഒന്നിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ഒരു ഗെയിം അനുമോൾക്ക് താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്. അനുമോൾ അതങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷെ പലർക്കും തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട്, അനുമോളുടെ ആര്യനോട് ഒരു ടൈമിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര നാണം അങ്ങനെയൊക്കെ ആയിരുന്നു അനുമോള്. ഇതെല്ലാം വെറും അസംഷൻസ് മാത്രമല്ലേ? അല്ലാണ്ട് എന്തെങ്കിലും തെളിവുണ്ടോ അനുമോൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായെന്ന് അനുമോൾ എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. ആ സ്ഥിതിക്ക് എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചും അതുപോലെ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയും ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ വെച്ച് കളിക്കുന്നത്. അതിനെപ്പറ്റി എന്ത് ഓർക്കുന്നില്ല? ആര്യന്റെയും ഗിസൈലിന്റെയും ജീവിതം മാത്രമേ എല്ലാവർക്കും ഓർമ്മയുള്ളൂ. അവരുടെ ജീവിതത്തിൽ മാത്രമേ പുറത്ത് ജീവിതം ഉള്ളൂ. അതെന്തോന്നടേ, ആ വർത്തമാനങ്ങളാണ് നമുക്ക് പിടിക്കാത്തട്ടെ. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഗുരു കിട്ടണം, ഞാൻ കയറി പ്രതികരിക്കുന്നത്. അയ്യോ. പിന്നെന്തോ മൊയ്തീൻ കാഞ്ചനമാല ഒരു ആക്ട് അവർ അവിടെ ചെയ്തതായിട്ട് പലരും പറഞ്ഞു കേട്ടു. ഞാൻ അത് കണ്ടില്ല ലൈവിൽ എവിടെയും. ആ സമയത്ത് മിസ്സായി പോയതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അതിനുശേഷമാണ് ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ക്രഷ് എന്നൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ചില സന്ദർഭങ്ങളിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ്, എന്നെക്കാൾ 8-9 വയസ്സിന് പ്രായം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അനുമോൾക്ക് എന്തോ ഒരു അടുപ്പം ആ പയ്യനോട് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അത് പ്രേമമൊന്നോ ക്രഷെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് അങ്ങനെ ക്രഷാണ് ഉണ്ടായിരുന്നതെന്നാണ് നമ്മുടെ ബിന്നിയും ജിസേലും
ജിസേലും പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആര്യനെ വിളിച്ചുകൊണ്ട് മേക്കപ്പിന്റെ അവിടെ ഇരുത്തിയിട്ട് ഓരോരോ മറ്റേ മേക്കപ്പിന്റെ കുറെ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ആര്യന്റെ അടുത്ത് ഭയങ്കര ഫ്രീഡത്തോടെ ഇടപെടുന്ന ഒരു അനുമോൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ അങ്ങ് മാറി. കാരണം ആര്യൻ ജിസേലിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയതോടെ, ആര്യനും ജിസേലും കൂടുതൽ ക്ലോസ് ആയതോടെ അനുമോൾക്ക് അത് പിന്നെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് അനുമോൾക്ക് ആര്യന്റെ അടുത്ത് ക്രഷ് തോന്നി എന്നതിലുപരിയായിട്ട് അനുമോൾ ആര്യനുമായിട്ട് ഒരു ഫ്രണ്ട്ലി കോംബോ വേണമെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു റിയൽ ഒരു പ്രണയമോ ക്രഷോ ഒന്നും ഉണ്ടാവുകയുമില്ല. ബ്രദറിനെ പോലെ ആയിരിക്കും. ബട്ട് കാണുന്നവർക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. മനസ്സിലായോ? ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ പിടിക്കാൻ ട്രൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം മുതൽ അത്യാവശ്യം എപ്പിസോഡും ലൈവും ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആദ്യമൊക്കെ കുറച്ചൊക്കെ മിസ് ചെയ്തെങ്കിലും പിന്നെയൊക്കെ ഇരുന്ന് ആ എപ്പിസോഡൊക്കെ ഞാൻ കണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് കേട്ടോ, ഉള്ള കാര്യം പറയാം. ആ സ്ഥിതിക്ക് എനിക്ക് ഒരിടത്തും തോന്നിയില്ല ഇവിടെ കോംബോ ഇറക്കിയെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനുമോളിന് ആര്യന്റെ അടുത്ത് ക്രഷ് എന്നും ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സീരിയസ്ലി പറയാമല്ലോ. പക്ഷെ ആദ്യം മുതലേ വശപ്പശൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ആര്യനിലും ഗിസയിലുമാണ്. ഓപ്പൺ ആയിട്ട് പറയാം, അത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ വായ്ത്താളമായിരുന്നല്ലോ എല്ലാവർക്കും, അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും. ആര്യനും ഗിസയിലും അവർക്ക് പുറത്ത് ലൈഫുണ്ട്, എന്ത് ഒരാതമാണോ നീയൊക്കെ പുറത്ത് ഉണ്ടാക്കുന്നത്, ഇനി ഒരു പക്ഷെ അവർ ഉമ്മ വെച്ചെങ്കിൽ ആർക്കാടാ പ്രശ്നം എന്നൊക്കെ ആയിരുന്നല്ലോ ചോദ്യം. അപ്പൊ അനുമോള് എന്ത് ഇവള് ചെയ്താൽ മാത്രം ബാക്കിയുള്ളവർ ചെയ്താൽ ഓഹോ ആ സെറ്റപ്പ് അല്ലേ? എനിക്ക് ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഗൈസ്. നമുക്കതാണ് വലുത്. പുതിയൊരു വീഡിയോ ഇടണം.